നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറ, എന്താ കാര്യം? മാഡം, അവിടെ നടക്കുന്ന കാര്യങ്ങള് ശരിക്കും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുഴപ്പം പിടിച്ച കാര്യങ്ങളാ. നീ എന്താ അവിടെ കണ്ടത്? അത് പറഞ്ഞാ മതി, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. പറ. അത് കഴിഞ്ഞ ദിവസം പത്മാമയോടും സൂര്യസാറും തമ്മിൽ ബഹളം നടന്നപ്പോ നന്ദിനിയെ പത്മാമേടത്തിന്റെ ഒപ്പം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് അമ്മയും മകനും തമ്മിലുള്ള സ്ഥിരം വെല്ലുവിളിയല്ലേ? ഇത് അതുപോലെ അല്ല മാഡം. ഇന്നവിടെ കമ്പനി മാനേജറും വലിയതൊരു വക്കീലൊക്കെ വന്നിരുന്നു. എന്തിന്? സൂര്യസാറിന്റെ വലത് കൈക്ക് ഇപ്പൊ സുഖമില്ലല്ലോ. അപ്പോ കമ്പനിയുടെ ചെക്കിലൊക്കെ ഒപ്പിടാൻ സൂര്യസാറിന് ഒട്ടും പറ്റില്ല. പകരം നന്ദിനിയെ കൊണ്ടാ അതൊക്കെ ചെയ്യിപ്പിക്കുന്നെ. അവളെ കൊണ്ടോ? അതെ മാഡം. അവരതിന് വേറൊരു വാക്ക് പറഞ്ഞു. സൈനിങ് അതോറിറ്റി? അത് തന്നെ. പത്മാൻജിയുടെ കമ്പനിയില് സൂര്യക്ക് പകരം നന്ദിനിയോ? അവസാനം അങ്ങനെ തന്നെ തീരുമാനിച്ചു എന്ന് അറിഞ്ഞത്. ഞാൻ ആലോചിക്കായിരുന്നു മാഡം, ഒരു വേലക്കാരി പെണ്ണിന്റെ യോഗമേ. വേലക്കാരി ആവണമെങ്കിൽ അവളെ പോലെ ആവണം. എന്തൊക്കെയാ അവൾ കിട്ടുന്ന സൗകര്യങ്ങള്? വലിയ വീട്ടില് താമസം, ഇഷ്ടമുള്ള ഭക്ഷണം. പിന്നെ വലിയ വലിയ ആളുകളുടെ മുന്നിലാ സൂര്യസാറ് എന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തുന്നേ. ഇപ്പതേ കമ്പനിയിലും കേറി. അല്ല മാഡം, ഈ സൂര്യസാറും പത്മമേടും ഒക്കെ ഒരുങ്ങി പോകുന്ന പോലെ നന്ദിനിയോ ഇനി കമ്പനിയിലേക്ക് ഒരുങ്ങി ഇറങ്ങി പോവോ? സൈൻ ചെയ്യാനുള്ള അവകാശം സൂര്യക്ക് സുഖമാവുന്നത് വരെ മാത്രമേ കാണൂ. അത് കഴിഞ്ഞ പിന്നെ അവളുടെ ആവശ്യം അവിടെ ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. മാഡം നോക്കിക്കോ, മിക്കവാറും സൂര്യസാറ് ഈ കമ്പനിയൊക്കെ അവളെ ഏൽപ്പിക്കും. എന്നിട്ട് ആ കുടുംബമൊക്കെ അവള് ഭരിക്കാൻ തുടങ്ങും. പത്മമേടവും പിള്ളേരും ഒക്കെ അവളെ പേടിച്ച് അവളുടെ മുന്നിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അവൾക്ക് സൗകര്യം കിട്ടിയാലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടി വരുന്നത് മാഡം. മാഡം നന്ദിനി ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ? അതിനൊക്കെ അവള് പകരം വീട്ടുന്നത് അപ്പോഴായിരിക്കും. മതി, അവളെ കുറിച്ച് നീ അധികം പുകഴ്ത്തണ്ട. അവള് നിൽക്കുന്ന കുപ്പക്കുഴിയിൽ നിന്ന് ഒരൽപ്പം പോലും വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും ഒരാള് അവളെ അംഗീകരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളുടെ നാശത്തിനുള്ള വഴി ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. മേഡം ഇങ്ങനെ പറയുമ്പോ എന്ത് സമാധാനാന്നറിയോ? ഒരേ അടുക്കളയിൽ കിടക്കുന്ന ഞാനും അവളും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടേ അവള് നന്നായി പോയാ എനിക്ക് ഉറക്കം കിട്ടുമോ മേഡം? നീ ഇപ്പൊ പോയിക്കോ. ഇതുപോലെ കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്റെ ചെവിയിൽ എത്തിച്ചിരിക്കണം. ഇനി എനിക്ക് അതേ ഉള്ളൂ പണി. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് നിലത്തിറക്കി കാണണം. എന്ന് ഞാൻ പോട്ടെ മേഡം. ചെല്ല്. മിത്ര. ഹലോ. ഹലോ ആന്റി, ഞാൻ മിത്രയാ. പറയൂ കുട്ടി. ആന്റി, കമ്പനി കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചോ? ഞാനെന്തിനാ എന്റെ കമ്പനി കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്? അല്ല, ബിസിനസ് വൃത്തങ്ങളിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കേട്ടപ്പോ അതെനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. എന്താ കേട്ടത്? സൂര്യക്ക് പകരം ഇനി സൈനിങ് അതോറിറ്റി നന്ദിനിയാണോ? ആണോ ആന്റി?
ആ, അവനങ്ങനെ ഒരു തീരുമാനം എടുത്തു. വെറും 3 മാസത്തേക്ക്. 3 മാസത്തേക്കോ? ആന്റി എന്തിനാ അത് സമ്മതിച്ചു കൊടുത്തത്? അവള് സൈനിങ് അതോറിറ്റി ആയാൽ ആ കമ്പനിയിൽ അവളുടെ ആന്റിയുടെ സ്ഥാനം ഒരുപോലെയല്ലേ? മിത്ര, ഞാൻ പിന്നെ വിളിക്കാം. ആന്റി ഫോൺ വെക്കരുത്. ആന്റി, ഇതറിഞ്ഞ എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ആന്റിയുടെ അവസ്ഥ എന്തായിരിക്കും? ഏതൊരു തെരുവിൽ കിടന്നവള് നാളെ ആന്റിയോടൊപ്പം ഒരു സീറ്റ് വലിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞ ഹൗ കൻ ഇറ്റ് ബി പോസിബിൾ? എന്റെ മോൻ എന്നെ തോൽപ്പിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് മിത്രയ്ക്ക് അറിയാലോ. അതിനവൻ തിരഞ്ഞെടുത്തത് അവളെയും. ആന്റി, നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള മത്സരം വേറെയാണ്. അതില് നിങ്ങൾ ആര് ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല. പക്ഷെ നന്ദിനി, ഇതിനേക്കാളും ഭേദം ആന്റി ആ കമ്പനിയിൽ നിന്ന് അങ്ങ് രാജിവെച്ച് ഒഴിയുന്നതാ. ആന്റിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. നിങ്ങളുടെ കമ്പനി ഓഹരികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതനുസരിച്ച് ആന്റിയേക്കാൾ അധികാരം കമ്പനിയിലുള്ളത് സൂര്യയ്ക്കാ. ഇപ്പൊ സൈനിങ് അതോറിറ്റിയാ കൊടുത്തേക്കുന്നത്. നാളെ സൂര്യ സ്വന്തം സ്ഥാനം തന്നെ അവൾക്ക് കൊടുക്കും. അങ്ങനെ വന്നാ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കാൻ പോകുന്നത് അവളായിരിക്കും. വെറും ഒരു കേൾവിക്കാരിയുടെ സ്ഥാനമായിരിക്കും ആന്റിക്ക്. മിത്ര, പ്ലീസ്. എന്റെ സ്ഥാനം നിശ്ചയിക്കാനൊന്നുമേ ഇവിടെ ആരും വളർന്നിട്ടില്ല. അതിനാരും ശ്രമിക്കാൻ വേണ്ട. എനിക്ക് മേലെ അവളെ വളർത്തിക്കൊണ്ടുവരാനാണ് അവന്റെ തീരുമാനമെങ്കിൽ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. അത് തന്നെ ചെയ്യണ ആന്റി. കൊല്ലണം അവളെ. ഇത്രയും കാലം ആന്റിക്ക് നാണക്കേട് സമ്മാനിച്ചിട്ട് ഇപ്പോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ ആന്റിക്ക്. ആ സൂര്യക്ക് ഭ്രാന്ത. അല്ലെങ്കിൽ അവളെ പോലെ ഒരുത്തിയെ ഇങ്ങനൊരു കാര്യം ഏൽപ്പിക്കോ? ആന്റി, എന്താ ചെയ്യേണ്ടതെന്ന് ആന്റി പറ. അവളെ എന്തെങ്കിലും ചെയ്യണോ? എന്നേക്കുമായി അവളെ തീർത്ത് കളയണോ? പറഞ്ഞേൽപ്പിച്ചാൽ അത് കൃത്യമായി തന്നെ ചെയ്യുന്ന ആൾക്കാരെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഒന്നും വേണ്ട.